ഇത് ഭാഗ്യലക്ഷ്മിയുടെ കല്യാണത്തിന്റെയാ. ഏതാ ഈ ഭാഗ്യലക്ഷ്മി? ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് പഠിക്കുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയെ പറ്റി. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്തതും അപ്പൊ വഴക്ക് പറഞ്ഞൊക്കെ അവളുടെയാ. നല്ല സ്വഭാവമുള്ള കുട്ടിയാ. എന്ത് രസാന്നറിയോ അവളെ കാണാൻ. നല്ല നീണ്ട മുടിയൊക്കെ ആയിട്ട് ഭയങ്കര മിടുക്കിയായിരുന്നു. നമ്മൾ തമ്മിൽ അടുപ്പായപ്പോ ഞാൻ ആദ്യം എഴുതിയത് അവൾക്കാ. ശരിക്കും പറഞ്ഞാ അവളാ എനിക്ക് ധൈര്യം തന്നത്. അത് കൊള്ളാമല്ലോ. ഞങ്ങള് പണ്ട് എപ്പോഴും പറയാറുണ്ടായിരുന്നു അവളുടെ കല്യാണത്തിന് ഞാനും എന്റെ കല്യാണത്തിന് അവളും തീർച്ചയായും ഉണ്ടാവുന്നു, ലോകത്ത് എവിടെയായാലും. എന്നിട്ട് നമ്മുടെ കല്യാണത്തിന് ആ കക്ഷിയെ കണ്ടില്ലല്ലേ? അങ്ങനെ കാണിക്കാവുന്ന ഒരു കല്യാണമായിരുന്നോ നമ്മുടെ? വീട്ടിൽ നിന്ന് ഓടിപ്പോന്ന് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിടുമ്പോ ആരും കാണല്ലേ എന്നല്ലേ പ്രാർത്ഥിച്ചിരുന്നു. സത്യം. പക്ഷെ ലക്ഷ്മി വാക്ക് വലിച്ചു. എന്നായി കല്യാണം? അടുത്ത ഞായറാഴ്ച. നമുക്ക് പോവാന്നേ. സത്യം? കുറി ആർക്കാന്ന് നോക്ക്. മിസ്സിസ് ആൻഡ് മിസ്റ്റർ തോമസ് കുര്യൻ MA-BEd. ഏതായാലും നമ്മുടെ വീട്ടുകാർ നമ്മളെ അംഗീകരിച്ചു. ഇനി ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് സമുദായം കൂടി നമ്മളെ അംഗീകരിക്കുമെങ്കിൽ നമ്മളായിട്ട് എന്നാത്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? നമ്മൾ പോകുന്നു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് വന്നാൽ. ഇത് കഴിഞ്ഞ ഉടനെ വരാം. അതിന്റെ ഇല്ല, നമുക്ക് അടുത്ത പന്തിയിലിരിക്കാം. ഇവിടെ ആദ്യത്തെ പന്തി ബ്രാഹ്മണർക്കുള്ളതാ. കൂട്ടത്തിൽ മാഷിരിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ഒരു വിഷമം. ഒന്നും കഴിച്ചില്ലല്ലോ. നമ്മളവിടെ പോയിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. സംസ്കാരമല്ലേ ഒന്നിനും, അതുകൊണ്ടാ. ഇനി ഇങ്ങനെ ഒരു കാര്യത്തിനും നമുക്ക് പോണ്ട. ഇങ്ങനൊന്നും പറയാണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഒന്നെനിക്ക് മനസ്സിലായി. ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ രണ്ടും രണ്ടാ. എത്ര ശ്രമിച്ചാലും അല്ല, നമ്മൾ രണ്ടും ഒന്നാ. എന്തിനെങ്കിലും വേണ്ടാത്തൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പോയത്. നേരിട്ട് ക്ഷണിച്ചതാണ്, സമുദായം അംഗീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ ആരാ? എന്നിട്ടിപ്പോ ഓരോന്ന് പറഞ്ഞു എന്നെ. എന്നാത്തിനാ കരയുന്നേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. കഴിഞ്ഞാ കഴിഞ്ഞു, സാരമില്ല. ഇനി ഇതറിയുമ്പോ ഇവിടെ എന്നാ പോകുമ്പോ ഉണ്ടാകാൻ പോകുന്നെന്ന് കർത്താവിന് തന്നെ അറിയാം. നീ ഒന്ന് ചുമ്മാ എരിയടി.
രണ്ടു തുള്ളി മീന്റെ ചാറില്ലാതെ എനിക്ക് ചോറിറങ്ങത്തില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഇത്രയും ക്ഷമിച്ചത് തന്നെ ഞാൻ എന്റെ തോമസ് കുട്ടിയെ ഓർത്തിട്ടാ. ഇറ്റാനിപ്പോ പട്ടന്മാരെ പോലെയായി. അത് അവനെ കൊള്ളാഞ്ഞിട്ട്. എത്രയോ ക്രിസ്ത്യാനി പിള്ളേർ വേറെ ജാതിന്ന് കല്യാണം കഴിക്കുന്നു. അവരൊക്കെ എന്നതാ ചെയ്യുന്നേ? പെൺപിള്ളാരെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കും. അത് നേരാ. അവനൊരു പാവമായതുകൊണ്ടല്ലയോ. ഇതൊന്നും ഇവിടുത്തെ അടുക്കള കയറ്റാൻ പറ്റൂല. നിർബന്ധാണ് പുറത്തൊരടുപ്പ് വെച്ചുതരാ. പുറത്തെടുപ്പോ? അതെ. അതന്നെ ഞങ്ങക്ക് വല്ല ഐറ്റം ഉണ്ടോ? ഐറ്റത്തിന്റെ അല്ല, ഇതൊന്നും ടീച്ചർക്ക് പിടിക്കൂല. പോവാൻ പറയടോ. ഞാനേ എന്റെ മോന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ തറവാട്ടിലേ ആണുങ്ങൾക്കാ സ്ഥാനം. ടീച്ചറെ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കണേ? ഈനാച്ചേട്ടന്റെ ഒറ്റ വാക്കിന്റെ മുകളിലാണ് ഞാൻ ഇവിടെ നിന്ന് പോരുന്നേ. എന്താ പൂട്ടാ? ഒന്ന് പോയി നോക്കിയാട്ടെ. മാഷ് അമ്മയും പെങ്ങളൊക്കെ ഇരുന്ന് മീൻ നന്നാക്കുക അവിടെ. ടീച്ചർക്ക് ഇത് പിടിക്കൂലെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടി എന്റെ നേർക്കാ ചാട്ടം. ആമാ. അതും നാനും ചച്ചു കൊടുക്കാൻ എന്റെ വീട്ടിലാ. അണ്ടമോ മോളെ ഇത് പറയണി. என்னடி நினைச்சிட்டு இருக்கீங்க? நாங்க நல்ல பிராமண குடும்பத்துல பிறந்தவங்க. உங்களை மாதிரி செத்து போன ஆட்டையும் மாட்டி அடிச்சு திங்கிறவங்க இல்ல. ഉണക്കപ്പെട്ടതി മലയാളത്തിൽ പറയടി. പിന്നെ ഞങ്ങളുടെ ചച്ചു ഒരു തെറ്റ് കാണിച്ചു. അത് ഞങ്ങളങ്ങ് ക്ഷമിച്ചു. എന്ന് വെച്ച് നിങ്ങളെല്ലാം കൂടെ തലയെ തൂക്കി വെച്ച് ആടണം. എന്റെ മോനെ കണ്ണും കാലും കാണിച്ച് തട്ടിയെടുത്തത് കുറെ വലിയ വർത്തമാനം പറയും. നിങ്ങളുടെ മോനെ ഞങ്ങളൊന്നും തട്ടിയെടുത്തില്ല. ഞങ്ങളുടെ മോനെ നിങ്ങൾ എന്നടി മാമി നമ്മളിന്ന് എന്തിനെ പറ്റി പഠിക്കാൻ പോണെന്നാ പറഞ്ഞത്? പ്രഭാഷണകല. പ്രഭാഷണകല. പ്രഭാഷണകലയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ അതിനെ പ്രസംഗം എന്ന് പറയാറില്ല. പ്രസംഗം എന്ന് പറയുന്നത് ഇപ്പൊ കൂടുതൽ ആൾക്കാരും പ്രസംഗിക്കാണ് പതിവ് അല്ലേ? രാഷ്ട്രീയക്കാര്. വീട്ടിൽ നിന്ന് ആരോ കാണാൻ വന്നിരിക്കുന്നു. ആര് സംസാരിക്കരുത്. പേര് എഴുതിക്കണം കേട്ടോ സംസാരിക്കുന്നുണ്ട്. ചേച്ചി എന്നാ ഇവിടെ? ഞങ്ങൾ നിന്നോട് എന്നാ തെറ്റാടാ ചെയ്തത്? എന്റെ കാര്യം കളാ. ആകെ ഉള്ളൊരു ആന്തര്യല്ലോന്ന് വെച്ചാ അമ്മച്ചി നിന്റെ വീട്ടിൽ താമസിക്കാൻ വന്നെ. എന്താ കാര്യം ഒന്ന് പറ. ചോദിച്ചു നോക്കും എന്റെ കെട്ടിയോളോട്. അവളും ആ തള്ളയും കൂടെ നമ്മുടെ അമ്മച്ചിയെ. ഈശോയെ, എനിക്കത് പറയാൻ വയ്യടോ. മാഷ് എന്തായാലും ഒന്ന് വീട് വരച്ചല്ലേ. ഇവനെ ഞങ്ങൾ എങ്ങനെ വളർത്തിയെന്ന് അറിയാമോ മാഷെ? ഞങ്ങളുടെ മുഖത്ത് നോക്കി കടുത്തൊരു വർത്തമാനം പറയാത്തവനായിരുന്നു അവൻ. അതിനു വേണ്ടി ഇവന്റെ പെമർന്നത്തിൽ വായിരിക്കുന്ന മുഴുവനും കേൾക്കേണ്ടി വന്നു. ചേച്ചി വീട്ടിലോട്ട് പോയി. എനിക്ക് ക്ലാസ് ഉണ്ട്. ചേച്ചി അവിടെ വന്നിട്ട് സംസാരിക്കാം. നീ വരുന്നിടം വരെ എന്നാ വിശ്വസിച്ചാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? മാഷ് പോയിക്കോ. ഹെഡ് മിസ്റ്റേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞോളാം. ശരി, വാ. പോട്ടെ മാഷെ. ഇതാ പറയുന്നത്, ഈ പ്രേമവിവാഹങ്ങൾ ഒരിക്കലും വിജയിക്കില്ലെന്ന്. പ്രത്യേകിച്ചും രണ്ട് ജാതിക്കാരാവുമ്പോ. എന്നെ കൊന്നടാ തോമസ് കുട്ടിയെ. അയ്യോ, ഈ തലമുടിക്ക് കുത്തിപ്പിടിച്ച ചോരുമേലേക്ക് ഒരൊറ്റ തള്ള്. എന്റെ നല്ല ജീവൻ അപ്പൊ പോയടാ. ആ അമ്മേർക്ക് ആരും പേടിയില്ല. എന്നാത്തിനാ ഇതിനൊക്കെ പോയേ എന്ന് പറഞ്ഞ അമ്മച്ചിക്ക് ഇത്തിരി മീൻ കൂട്ടണം തോന്നിയപ്പോ എന്നാ ചെയ്യും? ഇത്രയും നാൾ കൂട്ടിയതല്ലേ, ഇനി കുറച്ചാൾ കൂട്ടായിരുന്ന എന്നാ കുഴപ്പം? ഓ പിന്നെ ഇത്തിരി മീന്റെ ചാറില്ലാതെ എനിക്ക് ചോറിറങ്ങത്തില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടായടാ. എന്നോടൊരു വാക്ക് പറഞ്ഞത് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ 1-2 പാഴ്സൽ കൊണ്ട് തരത്തില്ലായിരുന്നോ? ഇത് സ്കൂളിലും വന്ന് നാട്ടിച്ചു. ഓ, അപ്പൊ ഞാൻ സ്കൂളിൽ വന്നത് നിനക്ക് നാണക്കേടായില്ലേ? എന്ന് അമ്മച്ചിക്ക് ഇനി സഹിക്കാൻ പറ്റത്തില്ലടാ മോനെ. നീ നിന്റെ കെട്ടികളും അവരുടെ വീട്ടുകാരുമായിട്ട് ഇവിടെ കഴിഞ്ഞു. അമ്മച്ചി വീട്ടിൽ കൊണ്ട് നാക്കിയേര്. അതാ നല്ലത്. എന്നാ പിന്നെ ആർക്കും ഒരു ശല്യമില്ലല്ലോ. എന്നാ അമ്മ ചെടിയാവും നോക്കുപ്പാ. ഈശോ, ഇത് കേട്ടോ. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയാൻ നിനക്ക് എങ്ങനെയാടാ മനസ്സ് തോന്നിയത്? നിനക്ക് എന്നെ വേണ്ടായാലും എനിക്ക് നിന്നെ വേണവടാ. ഞാൻ ഇപ്പോഴെങ്ങും ഇവിടുന്ന് പോകുന്നില്ല. അയ്യോ, എല്ലാം കൂടെ പറഞ്ഞാൽ സൂസി, നെഞ്ച് വേദന എടുക്കുന്നടി. അപ്പളെ എന്നെ இருந்தாலும் എങ്ങനെ അവമാനപ്പെടുത്തിയിട്ട് വേണ്ട. എന്നതാ ഇതൊക്കെ? വഴക്ക്, ബഹളം. ഒരു സ്വസ്ഥമായിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. തന്റെ മാമിയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം. മാമിയെ മാത്രമായിട്ട് കുറ്റം പറയണ്ട. അമ്മച്ചിയും ചേച്ചിയൊന്നും അത്ര മോശക്കാരല്ല. അവരിപ്പോ എന്നായി പറയുന്നേ? കുറച്ച് മീൻ വാങ്ങിച്ച് വെക്കാൻ നോക്കി. അത് എന്നാ കുഴപ്പം?
ചേട്ടാ അവരല്ലേ കഴിക്കും, അവർ നിങ്ങളോട് കഴിക്കാൻ നിർബന്ധിക്കുന്നില്ലല്ലോ. ഈ വീട്ടിൽ മീൻ കയറ്റുന്നത് എനിക്കിഷ്ടമല്ല. എടോ തനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യരുതെന്ന് എന്നോട് പറയാം, എന്റെ വീട്ടുകാരോട് വേണ്ട. 3 നേരം ഇറച്ചി മീനും കഴിച്ചോണ്ടിരുന്നവനാ ഞാൻ. തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായില്ലേ? അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എടാ ഒരു നിലയ്ക്ക് ഒരു സമാധാനത്തിലെന്ന് വെച്ചാല്